അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിമറേഷൻ ഫോം കിട്ടിക്കഴിഞ്ഞു. തിരക്ക് പിടിച്ച് ആരും അത് ഫില്ലപ്പ് ചെയ്യേണ്ടതില്ല, താമസിപ്പിക്കേണ്ടതുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് 2 വീഡിയോകൾ ഇട്ടിരുന്നു. അതിൽ പലരുടെയും സംശയങ്ങളും പലരും ചോദിച്ച് വിളിച്ചിരുന്നു. അവർക്ക് അവരുടെ സംശയങ്ങളൊക്കെ തീർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വീഡിയോ കാണാത്തവർ ആ 2 വീഡിയോയും കണ്ടാൽ പരമാവധി സംശയങ്ങൾ തീരുന്നതായിരിക്കും. പിന്നെ അതിൽ കൂടുതൽ സംശയങ്ങൾ ചോദിച്ചിട്ടുള്ളത് 2002 വോട്ട് ലിസ്റ്റിൽ പേര് തെറ്റുണ്ട്, അതെങ്ങനെ തിരുത്തുക എന്നുള്ളതാണ് കുറേ ആളുടെ സംശയം. 2002 വോട്ട് ലിസ്റ്റ് തിരുത്താൻ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യവുമില്ല. നിലവിൽ 2025 വോട്ട് ലിസ്റ്റിൽ മാത്രമേ 2025 ശേഷമുള്ള വോട്ട് ലിസ്റ്റിൽ വരെ തെറ്റുണ്ടെങ്കിൽ മാത്രമേ തിരുത്താനുള്ള വകുപ്പുള്ളൂ. അതും എനിമറേഷൻ ഫോം വിതരണം ചെയ്യാൻ തുടങ്ങിയതോടുകൂടി തിദ്ദുപടി ഓൺലൈനിൽ നിർത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വല്ല തിരുത്തലും വേണമെങ്കിൽ എനിമറേഷൻ ഫോമുമായി വരുന്ന BLOയിൽ നിന്ന് ഫോം നമ്പർ 8 വാങ്ങി തിരുത്തി കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിന് പ്രോസസ്സിന് ശേഷം ഓൺലൈനിൽ തിരുത്താവുന്നതാണ്. ഇനി നിങ്ങൾ വോട്ട് ലിസ്റ്റിൽ സ്ഥലത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോം നമ്പർ 7 വാങ്ങി വോട്ട് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഫോം നൽകാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട് പറയാനുള്ളത്, ഞാൻ മുമ്പ് പറഞ്ഞ 6 വിഭാഗം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. ആ 6 വിഭാഗത്തിൽ പെടാത്ത ആൾ എന്ത് ചെയ്യണമെന്ന് പലരും സംശയം ചോദിച്ചിട്ടുണ്ട്. അവർക്ക് ഫോം നമ്പർ 6 വാങ്ങി പുതിയ വോട്ടറായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വിദേശത്തുള്ളവരാണെങ്കിലും ഇവിടെ തന്നെ ഫോം നമ്പർ 6ൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അവർക്കുള്ള 6A ചെയ്താൽ പിന്നീട് ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് 6ൽ തന്നെ വിദേശത്തുള്ളവരും പുതിയ വോട്ടറായിട്ട് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എനിമറേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മക്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1/10/2026 18 വയസ്സ് തികയുന്നുണ്ടെങ്കിൽ, അതായത് 30/9/2008 മുമ്പ് ജനിച്ച എല്ലാവരും വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കാൻ അർഹതരാണ്. അതുകൊണ്ട് ഫോം നമ്പർ 6 വാങ്ങി അതിൻ്റെ കൂടെ നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ ആധാർ കാർഡ്, നിങ്ങളുടെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ വോട്ടർ ID എന്നിവ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ 2002 പേരിൽ ഉള്ള പേരും നമ്പറും കൊടുത്തുകൊണ്ട് പുതിയ വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കാൻ എല്ലാവരും പേര് ചേർക്കണം എന്നാണ് പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് എനിമറേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് എനിമറേഷൻ ഫോം ഉണ്ടാവുക. ഇത് എനിമറേഷൻ ഫോമിൻ്റെ ഒരു ഒറിജിനൽ കോപ്പിയാണ്. ഇവിടെ നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ്, അഡ്രസ്സ്, QR കോഡ്, ഫോട്ടോ വന്നിട്ടുണ്ടാവും. ഇവിടെയാണ് നിങ്ങളുടെ ഫോട്ടോ, പുതിയ ഫോട്ടോ, ബാക്ക്ഗ്രൗണ്ട് വൈറ്റുള്ള ഫോട്ടോ നിങ്ങൾ പതിക്കേണ്ടത്. അതിനുശേഷം 2002 നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെയാണ് പേര് എഴുതേണ്ടത്. നമ്മളെ പേര് 2002 ലിസ്റ്റിലുള്ളത് അങ്ങനെയാണ്, അത് എഴുതി അതിൻ്റെ താഴെ നമ്മളെ UTZ അല്ലെങ്കിൽ JGB HTP എന്നൊക്കെ ഉണ്ടാകുന്ന എപ്പിക് നമ്പർ ഉണ്ട്. ആ നമ്പർ ഇവിടെ ഫിൽ ചെയ്ത് അതിന് താഴെ സംബന്ധിക്കറ ഹെസറു, അവിടെ നമ്മൾ എങ്ങനെയാണ് 2002 പേരുള്ളത് അത് ഇവിടെ ഫിൽ ചെയ്യണം. അത് റെക്കോർഡ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എഴുത്ത് ചെറിയ വ്യത്യാസം ഉണ്ടാവും. സംബന്ധം എന്ത് ചെയ്യണം, അവിടെ എന്താണ് ഈ അബു നമുക്ക് ആരാവണം എന്നുള്ളതാണ്. അവിടെ തന്തെ ഇട്ട് ജില്ല, നമ്മൾ 2002 എവിടെ ഉണ്ടായിരുന്നത്, ജില്ല കണ്ണൂർ. ഉദാഹരണമാണ് ഇത്. വേറെ സ്ഥലത്തിൻ്റെ പേര് എഴുതുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൊടകൂന്ന് എഴുതി പോകാൻ പാടില്ല, അതുകൊണ്ടാണ്. നമ്മൾ 2002 എവിടെ ഉണ്ടായിരുന്നത് ആ സ്ഥലത്തിൻ്റെ പേരാണ് എഴുതേണ്ടത്. സ്റ്റേറ്റ് കേരള, തമിഴ്നാട്, കർണാടക, കൊടക് എല്ലാം അതിലുള്ള 2002 പോലെ എഴുതണം. വിധാനസഭാ ക്ഷേത്ര ഇരിട്ടി,
കേരളത്തിൻ്റെ എഴുതിയാൽ നിങ്ങൾക്ക് കൊടകു എന്നിട്ട് നിങ്ങൾ മിസ്സായി പോകാതിരിക്കാൻ വേണ്ടി. വിധാനസഭാ ക്ഷേത്ര സംഖ്യ അവിടെ ആ ക്ഷേത്രത്തിൻ്റെ നമ്പർ ഉണ്ടാവും നിങ്ങളെ 2002 ലിസ്റ്റിൽ. അത് പിന്നെ ഏതാണ് നിയമസഭാ ക്ഷേത്രം ഏതാണ് അത് എഴുതുക. ഭാഗസംഖ്യ ഇവിടെ അവിടെ അതേ ലിസ്റ്റിലുണ്ടാവും. ക്രമസംഖ്യ ഉണ്ടാവും, അതും എഴുതി നിങ്ങളുടെ 2002 പൂർത്തിയായി. അതിനുശേഷം ഇവിടെ വോട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതണം. താഴത്തെ ഈ കോളം വിട്ടുകളയുക, ഇതിൽ എഴുതേണ്ട ആവശ്യമില്ല. ഇതിൽ എഴുതിയ ആളുകൾ ഇത് എഴുതേണ്ട ആവശ്യമില്ല, അത് വിട്ടുകളയുക. അതിന് ശേഷം ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. ഡേറ്റ് ഓഫ് ബർത്ത് ഇതേപോലെ എഴുതണം. പിന്നെ അതിന് ശേഷം ആധാർ നമ്പർ എഴുതുക. നമ്പർ ആധാർ നമ്പർ അവിടെ എഴുതുക. അതിന് ശേഷം മൊബൈൽ നമ്പർ എഴുതുക. ആധാർ മൊബൈൽ നമ്പർ എഴുതുക. ശേഷം ഉപ്പാൻ്റെ പേര് എഴുതുക. ഉപ്പാൻ്റെ അല്ലെങ്കിൽ ഉമ്മാൻ്റെ ആരുടെ പേര് എഴുതുക. കൃത്യമായിട്ട് ആരുടെ പേരുള്ള ആ പേര് എഴുതുക. അവരെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ വിട്ടേക്കുക. ഉമ്മാൻ്റെ പേര് അതേപോലെ അല്ലെങ്കിൽ വല്യമ്മാൻ്റെ പേര് ആരുതാ ആ പേര് എഴുതുക. ഇതിപ്പോഴുള്ള ഇത് നമ്മളെ പുതിയ റിപ്പോർട്ടുകളാണ് കേട്ടോ. പുതിയത് അങ്ങനെയാണ് എഴുതേണ്ടത്. അവരെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ അത് എഴുതുക. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യൻ്റെ പേര് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേര് എന്താ ഉള്ളത് അത് എഴുതുക. അവരെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ അത് എഴുതുക. അത് കഴിഞ്ഞ ശേഷം ഇവിടെ ബന്ധപ്പെട്ട ആളുകൾ സൈൻ ചെയ്യുക. അത് BLO പരിശോധിച്ചിട്ട് ഇവിടെ BLO സൈൻ ചെയ്യുന്നതായിരിക്കും. ഇതാണ് 2002 പേര് ഉള്ള ആളുകളെക്കുറിച്ച്. 2002 പേരില്ല, ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പേരുള്ളതാണെങ്കിൽ അവർ ഈ ഭാഗം വിട്ടുകളയുക. ഇവിടെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പേര് എഴുതുക. ആരുടെ പേരാണുള്ളത് അവരുടെ പേര് ഇവിടെ എഴുതുക. അവരെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ എഴുതുക. അവരെ നബീസ എന്ന് എഴുതിയിട്ടുണ്ട് ഉമ്മാൻ്റെ പേര്. ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അല്ലെങ്കിൽ ഉമ്മാൻ്റെ പേരാണ് ഇവിടെ എഴുതുന്നത്, സംബന്ധിക്കര. അല്ലാതെ നമ്മളെ പേരല്ല. ഇവിടെ നമ്മളെ പേര് ഇവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ട് ഉമ്മാൻ്റെ പേരോട് ഇവിടെ എഴുതി. അവരെ ഇതാണ്. അവർ ഈ നബീസാക്ക് മുഹമ്മദ് എന്താണോ, തന്തയാണെങ്കിൽ തന്ത, ജില്ല അത് എവിടെയാണ് അവരെ ജില്ല അതാണ് എഴുതേണ്ടത്. അവർ 2002 ഉപ്പയും ഉമ്മയും എവിടെ ഉണ്ടായിരുന്നത് അതാണ് എഴുതേണ്ടത്. ജില്ല അത് നമുക്ക് കൺഫ്യൂഷൻ ഇരിക്കാൻ വേണ്ടിയിട്ട് വേറെ പുറത്തുള്ള രാജ്യമായിരുന്നു. കൂടല്ലൂർ, തമിഴ്നാട്. ഇത് കൊടകാണ്. കൊടകു കർണാടക എന്ന് തന്നെ എഴുതണം. വിധാനസഭാ ക്ഷേത്രം എഴുതണം. അവരെ വിധാനസഭാ ക്ഷേത്രത്തിൻ്റെ നമ്പർ എവിടെയുള്ള ഇത് എഴുതണം. ഭാഗസംഖ്യ, ക്രമസംഖ്യ. ഇത് 2002 പേരില്ലാത്ത ആളുകൾ 2002 ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും പേരുള്ള ആളുകളെ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യുന്നതാണ്. ഈ നേരത്തെ കാണിച്ച ഈ ലിസ്റ്റിലുള്ള ആളുകളും ഒരു ഡോക്യുമെൻറ്റും കൊടുക്കേണ്ടതില്ല. അവരുടെ ഈ ഭാഗം ഫില്ലപ്പ് ചെയ്ത് അതേപോലെ ഇവിടെ ബാക്കിയുള്ള ഇതും നേരത്തെ പറഞ്ഞ പോലെ ഫില്ലപ്പ് ചെയ്ത് ആധാർ നമ്പർ ഉണ്ടെങ്കിൽ ആധാർ നമ്പർ, എഴുതി മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ മൊബൈൽ നമ്പർ, ഉപ്പാൻ്റെ പേര് നിലവിലുള്ള ഉപ്പാൻ്റെ പേര്, ഉപ്പാൻ്റെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ അത് എഴുതുക. ഉമ്മാൻ്റെ പേര്,
അവരെ എപ്പിക്ക് നമ്പർ ഉണ്ടെങ്കിൽ എഴുതുക. കല്യാണം ആയിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ പേരാണ്, ഭർത്താവിൻ്റെ പേര് ഉണ്ടെങ്കിൽ അത് എഴുതുക. അവരെ എപ്പിക്ക് നമ്പർ ഉണ്ടെങ്കിൽ എഴുതുക, ഒരു സൈൻ ഇടുക. അത്രേ ഉള്ളൂ. രണ്ടാമത്തെ വിഭാഗത്തിന് കഴിഞ്ഞ്. ഇനി മൂന്നാമത്തെ വിഭാഗം. ഇതിൽ 2002 പേരില്ല, 2025 പേരില്ല. അവരെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പേരില്ല, ഉമ്മാൻ്റെ ആരും പേരില്ല. അപ്പോൾ അവരെന്ത് ചെയ്യണം? അവരെ പേര് ഇവിടെ ഉണ്ട്. ആ പേര് വെച്ചിട്ട് അവരെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. അവരെ ആധാർ കാർഡ് എഴുതുക. അവരെ മൊബൈൽ നമ്പർ എഴുതുക. അവരെ ഉപ്പാൻ്റെ പേര് എഴുതുക. അവരെ ഉപ്പാൻ്റെ ഗുർത്തിൻ്റെ ചീട്ടി സംഖ്യ എപ്പിക്ക് നമ്പർ ഉണ്ടെങ്കിൽ അത് എഴുതുക. ഉമ്മാൻ്റെ പേര് എഴുതുക. ഉമ്മാൻ്റെ എപ്പിക്ക് നമ്പർ എഴുതുക. കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യൻ്റെ പേര് എഴുതുക. അവരെ എപ്പിക്ക് നമ്പർ ഉണ്ടെങ്കിൽ എഴുതുക, സൈൻ ഇടുക. അതായത് 2002 ആളുകൾ പേരുള്ള ആളുകൾ ഈ ഫോം ഫില്ലപ്പ് ഇത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഫില്ലപ്പ് ചെയ്യുക. 2002 ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പേര് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർ ഈ കോളം ഫില്ലപ്പ് ഒഴിവാക്കിയിട്ട് ഇത് 2 ഫില്ലപ്പ് ചെയ്യുക. 2 പേരില്ലാത്ത ആളുകൾ ഇത് മറക്കാതെ ഇത് ഒഴിവാക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ പേര് പോവും. അതുകൊണ്ട് ഇത്ര ഫില്ലപ്പ് ചെയ്യുക, ഇത് 2ഉം ഒഴിവാക്കുക. വോട്ടർ ലിസ്റ്റിലുള്ള എല്ലാ തിദ്ദുപടിയും ഓൺലൈനിൽ നിർത്തലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് തിദ്ദുപടി ചെയ്യണമെങ്കിൽ BLOമാർ തരുന്ന ഫോം വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് തെറ്റിട്ട് തിരുത്താം. ഈ അത്യാവശ്യമായ ഇതുപോലെയുള്ള ഉപകരിക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ കമൻ്റായിട്ടിടുക. അസ്സലാമു അലൈക്കും.